കേരളത്തിന്റെ തനത് വാദ്യകലകളിലൊന്നായ പഞ്ചാരി മേളത്തിന്റെ താളഭംഗി മുംബൈയിൽ മുഴങ്ങി. പവായ് അയ്യപ്പ വിശ്വക്ഷേത്രത്തിൽ നടന്ന ചെണ്ടമേളം അരങ്ങേറ്റം പരിപാടിയിൽ 11 മുതൽ 65 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ പഞ്ചാരി മേളം അവതരിപ്പിച്ചു. പത്മശ്രീ മട്ടന്നൂർ ശങ്കർകുട്ടിമാരാരും പനമണ്ണ ശശിപൊതുവാളും മുഖ്യാതിഥികളായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ താളമിടിപ്പാണ് ചെണ്ടമേളം. മുംബൈയിൽ പവായ് ശ്രീ അയ്യപ്പ വിശ്വക്ഷേത്രത്തിൽ വിദ്യാ നൃത്തസംഘം സംഘടിപ്പിച്ച ചെണ്ടമേളം അരങ്ങേറ്റം ശ്രദ്ധേയമായി. ഗുരുക്കന്മാരായ അനിൽ പൊതുവാളിന്റെയും ഊരമന വിനോദ് മാരാരുടെയും ശിക്ഷണത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് പഞ്ചാരി മേളത്തിൽ പൊട്ടിക്കയറിയത്. പ്രശസ്ത ചെണ്ടവിദ്വാൻമാരായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടിമാരാരും പനമണ്ണ ശശിപൊതുവാളും ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. കേരളത്തിലെ സമ്പന്നമായ വാദ്യകലാ പാരമ്പര്യം പുതുതലമുറയിലേക്ക് കൈമാറാനുള്ള ശ്രമങ്ങൾ അഭിനന്ദനീയമാണെന്ന് മട്ടന്നൂർ പറഞ്ഞു. ജാതി മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസമില്ലാതെ പഠിപ്പിക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ ഒരു കാലത്ത് സ്ത്രീകളൊക്കെ ചെണ്ട തൊട്ട് അത്ര എളുപ്പമായിരുന്നു. ഇന്ന് എത്രമാത്രം ഉത്സാഹം, പ്രത്യേകിച്ച് ഇന്ന് പങ്കെടുത്ത സ്ത്രീകൾ അവർക്ക് എത്ര ഭംഗിയായി ചെയ്ത് അതിനുള്ള ഇഷ്ടം. അതുകൊണ്ട് ഒന്ന് നമ്മൾ സാംസ്കാരികമായിട്ടുള്ള വളർച്ച, അതോടൊപ്പം തന്നെ നമ്മുടെ മാതിരിയുള്ള കലാകാരന്മാർ അടുത്ത തലമുറകളിലേക്ക് ഇതൊക്കെ നിലനിൽക്കുന്നൊരു കാഴ്ചയും കൂടിയാണ്. മുംബൈയിലെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ വാദ്യമേളത്തിനായി സമയം കണ്ടെത്തിയ വനിതകളും കുട്ടികളും അടങ്ങിയ സംഘം കാണികളെ വിസ്മയിപ്പിച്ചു. പതിനൊന്ന് മുതൽ 65 വരെ പ്രായമുള്ളവർ പഞ്ചാരി മേളത്തിന്റെ ഭാഗമായി. കേരളത്തിന് പുറത്ത് ജനിച്ചുവളർന്ന യുവതലമുറയെ സ്വന്തം സംസ്കാരത്തിന്റെ വേരുകളുമായി ബന്ധിപ്പിക്കുന്നതിൽ ഇത്തരം പരിശീലനങ്ങൾ നിർണായകമാണെന്ന് പനമണ്ണ ശശി പറഞ്ഞു. മേളം അവതരണം കാണുമ്പോൾ ചെണ്ട എന്ന ഉപകരണത്തിന്റെ ഒരു അഭിമാനമാണ്. പക്ഷെ നമുക്കത് വല്ലാണ്ട് മനസ്സിൽ തട്ടുന്നു. അവരുടെ ആത്മാർത്ഥതയും ഇതിനു വേണ്ടിയുള്ള മുഴുവൻ സമയം, പിന്നെ അവർക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പാകമായിട്ടുള്ള ഒരു ഗുരുനാഥന് ബോംബെയില് ഉണ്ടായത് അതിലേറെ വലിയ ഭാഗ്യ. കേരളത്തിന്റെ താള പാരമ്പര്യം മുംബൈയിലെ കുട്ടികളിലേക്കും കുടുംബങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അനിൽ പൊതുവാൾ വ്യക്തമാക്കി. അങ്ങനെ ഇവരൊക്കെ തരുന്ന ഒരു പ്രചോദനമാണ് എന്നെ പഠിപ്പിക്കാനും കൂടി കൂടുതൽ ഇൻസ്പയർ ചെയ്യും. പിന്നെ കുട്ടികള് അവര് വളരെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് അവര് പഠിക്കുന്നത്. ഈ ബോംബെയില് ശബ്ദത്തിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്, എന്നാലും അവര് മാക്സിമം സമയം കണ്ടെത്തി എല്ലാവരും വർക്ക് ചെയ്യണവരും ഇതാണ്. വൈകുന്നേരം 8 മണി 8:30 മണിക്ക് വന്ന് 10 10:30 വീട്ടിൽ പോയി അത്രയും അവരും ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കണോണ്ടാണ് നമുക്കും പഠിപ്പിക്കാനുള്ള ഒരു ഇത് വരുന്നത്. ആദർശ്, പ്രണവ്, സ്നേഹരാഗ്, രജിൻ രാജൻ, മമത പിള്ളെ, വിനീത് നായർ, രമാ വിവേക്, സുരേഷ് രാഘവൻ തുടങ്ങി നിരവധി വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം കുറിച്ചത്. ക്ലാസിക്കൽ നർത്തകിയായ രമാ വിവേക് ചെണ്ടമേളവേദിയിലെ തന്റെ ആദ്യ അവതരണത്തിന്റെ ആവേശവും സന്തോഷവും പങ്കുവച്ചു. തുടക്കം ഇത്തിരി ഞങ്ങളൊക്കെ വളരെ അതായത് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രായത്തിന്റെ ഒരു ഇതും പിന്നെ എല്ലാവരും പ്രായം കൂടിക്കലർന്നവരാ. ചെറിയ കുട്ടി തൊട്ടിട്ട് വലിയ പ്രായം വരെ ഉള്ളവരുണ്ടാവും. അപ്പോ അനിലേട്ടിന് ഇത്തിരി പാടായിരുന്നു പഠിപ്പിക്കാൻ. പക്ഷെ എന്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി താളബോധം ഉണ്ട് എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പൂർവികരോട് നന്ദി പറയുന്നു. കേരളത്തിന്റെ താളമേളങ്ങളുടെ മഹിമ മുംബൈയുടെ മണ്ണിൽ വീണ്ടും മുഴക്കിക്കൊണ്ട് കലയും പാരമ്പര്യവും തലമുറയിലേക്ക് പകരുന്ന ഒരു സാംസ്കാരിക സായാഹ്നമായിരുന്നു പവായിലെ ഈ പഞ്ചാരി മേളം അരങ്ങേറ്റം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ.
Azure Builders, building beyond blue.